അല്ലാഹുവേ 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 ഈ പ്രവർത്തകർക്ക് നീ ഭാര്യമാരെ സാരികാത്തുകളാക്കണേ അല്ലാ. സാരികത്തായ ഭാര്യയെ കിട്ടിയ, സമാധാനമുള്ള ഭാര്യയെ കിട്ടിയ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ആരുമില്ലാത്ത നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ സഹായിച്ചോ. നിങ്ങളുടെ പെണ്ണുങ്ങള് അള്ളാഹു സാലിഹാത്തുകളാക്കി തരും. ആ ഭാര്യയോടൊത്ത് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ദുനിയാവിൽ അല്ലാഹ് നൽകുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ദുനിയാവിൽ അല്ലാഹ് നൽകുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഈ സാലിഹത്തായ ഭാര്യയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം പെട്ടെന്ന് ഞാൻ പറയാം. അതിനുശേഷം ഈ മൂന്ന് പേരും ഒന്നിച്ച് കിടന്നുറങ്ങിയ വീടിന്റെ പ്രതിഫലം പറയാം. മൂന്നാമത്തെ പ്രതിഫലം എന്താ? ജീവിതത്തിൽ നമുക്കൊന്ന് അത്താണിയാവാൻ, എല്ലാ പ്രയാസങ്ങൾക്കും ഊന്നുപടിയാകാൻ അള്ളാഹു നമുക്കൊരു സാലിഹത്തായ ഭാര്യയെ തരും. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൽസ്വഭാവികളായ മക്കളെ തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. സാലിഹീങ്ങളായ മക്കള്, സൽസ്വഭാവികളായ മക്കള്. നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ, നമ്മൾ ജീവിക്കുന്നത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ടവനെ സഹായിക്കുന്നവന് അള്ളാഹ് കൊടുക്കുന്നത് എന്തെന്നറിയോ? അള്ളാഹ് കൊടുക്കുന്നത് എന്തെന്നറിയോ? അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവില്ല, അവന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാവില്ല. അവന്റെ ഭാര്യ സാലിഹത്തായ ഭാര്യയാകും, അവന്റെ മക്കള് സാലിഹീങ്ങളായ മക്കളാവും. എന്ന് പറഞ്ഞാൽ ആ ഭർത്താവും ഭാര്യയും മകനും കിടന്നുറങ്ങുന്ന വീട് അള്ളാന്റെ മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അള്ളാന്റെ മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം എന്താ? ദുനിയാവിൽ നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ വീട് കാണാൻ അള്ളാന്റെ മലക്കുകൾ എത്തും. പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവന്, ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്തവന് ഒരു ജീവിതത്തിൽ സഹായിക്കാൻ കഴിഞ്ഞ അള്ളാഹ് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? അതറിയണമെങ്കിൽ സഹോദരങ്ങളെ കടന്നു വരിക. മദീനയിൽ ഒരു വീടുണ്ടായിരുന്നു, പുണ്യ മദീനയിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടാരുടെ വീടെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആരാ അബൂ തൽഹ എന്നറിയണം? അബൂ തൽഹയുടെ ഭാര്യ ആരാ? ബഹുമാനപ്പെട്ട ഉമ്മു സലമാ റളിയല്ലാഹു അൻഹാ. അവരുടെ രണ്ടുപേർക്കും ഒരു മകനുണ്ടായിരുന്നു, 12 വയസ്സുകാരൻ അനസ് റളിയല്ലാഹു അൻഹു. പൊന്നു സഹോദരങ്ങളെ, കൊതിയോടെ കേൾക്കുക, ആഗ്രഹിക്കുക ജീവിതത്തിലെ അങ്ങനെയാകാൻ. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലോട്ട് വരുന്നതും കാത്ത് ബഹുമാനപ്പെട്ട ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുകയാ. ആ സമയത്താണ് വീട്ടിൽ കാത്തിരിക്കുമ്പോ അബൂ തൽഹയും മകനായ അനസും കൂടെയുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മു സലമാ റളിയല്ലാഹു അൻഹാ അബൂ തൽഹ തിരിച്ചു വീട്ടിൽ വന്ന അള്ളാന്റെ റസൂൽ ഇന്ന് എന്താ പഠിപ്പിച്ചതെന്ന് ചോദിക്കും. അത് പഠിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവര് കിടന്നുറങ്ങും. എപ്പോഴും പട്ടിണി കിടക്കുന്ന വീടാ, ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക. അന്ന് പതിവ് പോലെ ഇശാ നിസ്കാരം കഴിഞ്ഞ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അബൂ തൽഹയുടെ കൂടെ മൂന്നാമതൊരു അപരിചിതൻ കൂടെയുണ്ട്. അപരിചിതനായ മനുഷ്യനെ കണ്ടപ്പോ ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ വീട്ടിലോട്ട് കയറി. അപരിചിതനായ മനുഷ്യനും അബൂ തൽഹയും മകനും കൂടി കടന്നു വന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അപരിചിതനോട് പറഞ്ഞു അവിടെ ഇരിക്കുക. എന്നിട്ട് വീടിന്റെ അകത്തോട്ട് കടന്നു വന്നു. ഉമ്മു സലമയോട് പറഞ്ഞു, ഉമ്മു സലമാ, ആ ഇരിക്കുന്നത് ആരെന്നറിയോ? അയാളൊരു വഴിപോക്കനായ ഫക്കീറാണ്, ഒരു പാവപ്പെട്ടവനാണ്. ഇന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ഞങ്ങളോട് ചോദിച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് പിടിച്ചൊരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കൊടുക്കാനുള്ള ആഗ്രഹം കാരണത്താൽ അള്ളാന്റെ റസൂലല്ലേ ചോദിച്ചത്, കൊടുക്കാനുള്ള ആഗ്രഹത്താൽ ഞാൻ പറഞ്ഞു, അനയാ റസൂലല്ലാ, ഞാൻ കൊടുക്കാൻ നബിയേ. അയാളെയും കൊണ്ട് ഞാൻ വീട്ടിൽ
വീട്ടിൽ വന്നടാ. അയാൾക്കുള്ള ഭക്ഷണം കൊടുക്കും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഞെട്ടിപ്പോയി. ഭർത്താവേ എന്താ പറയുന്നത്? എനിക്ക് നിങ്ങൾക്കും മകനായ അനസിനും കൂടി കഴിക്കാനുള്ള ഭക്ഷണം, ഒരാൾക്കുള്ള ഭക്ഷണമേ നമ്മുടെ വീട്ടിലുള്ളൂ, അതല്ലേ നമ്മൾ 3 പേര് കഴിക്കുന്നത്, രണ്ടാമതൊരാൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വല്ലാതെ വിഷാദമായി. പാവപ്പെട്ടവനാണെങ്കിലോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് കാത്തിരിക്കുകയാ. ഭർത്താവിന്റെ മുഖം വാടിയപ്പോ ഉമ്മു സലമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, കേട്ടുകൊള്ളുക. എന്തിനാ അല്ലാഹു നമ്മുടെ ജീവിതം തന്നത്? ഫുട്ബോൾ മാമാങ്കം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ വലിച്ചെറിയാൻ പ്രയാസമില്ല. ഗാനമേള നടത്താൻ ലക്ഷക്കണക്കിന് വലിച്ചെറിയാൻ പ്രയാസമില്ല. ആയിരക്കണക്കിന് ആവാസം നടക്കാൻ ലക്ഷക്കണക്കിന് കൊടുക്കാൻ പ്രയാസമില്ല. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന് ഒരു തരി പൊന്നു കൊടുക്കാൻ, ഒരൽപ്പ സാമ്പത്തികം കൊടുക്കാൻ 1000 വട്ടം ആലോചിക്കാൻ കഴിയുന്നുവോ? ഉമ്മു സലമാക്ക് സഹിച്ചില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു അബൂ തൽഹയോട്, ഭർത്താവേ വിഷമിക്കണ്ട, ഞാനൊരു കാര്യം പറയാം. ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു അതിഥി സൽക്കാരം നടന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കാസർഗോഡ് പെങ്ങളെ, ഉമ്മു സലമയാവുക, ജീവിതം കൊണ്ട് ഉമ്മു സലമയാവുക. ഒരു ഉമ്മു സലമ കൂടി പറക്കട്ടെ ഈ മണ്ണില്. ഉമ്മു സലമ പറഞ്ഞു ഞാനൊരു ഉപായം പറയാം. എന്താണെന്നറിയോ? ഉമ്മു സലമ പറഞ്ഞ ഉപായം എന്താ? ഇവിടെയുള്ള ഭക്ഷണം മുഴുവനും വിളമ്പിയെടുത്തിട്ട് അത് അതിഥിയുടെ മുമ്പിലോട്ട് വെക്കുക. എന്നിട്ട് അതിഥിയെ വിളിക്കുക. നമ്മൾ കുടുംബക്കാരെല്ലാം ചുറ്റുമിരിക്കുക. അതിഥി കഴിക്കാൻ വേണ്ടി കൈയിടുമ്പോ ആ സമയത്ത് ഞാൻ കണ്ണ് കാണിക്കുമ്പോ, ഭർത്താവേ നിങ്ങൾ കത്തിച്ചു വെച്ച വിളക്കൂതി കെടുത്തണം, കത്തിച്ചു വെച്ച വിളക്കൂതി കെടുത്തണം. സഹോദരന്മാരെ, കേട്ടിട്ടില്ല ചരിത്രങ്ങൾ ഇങ്ങനെ. ആ സമയത്ത് നിങ്ങൾ വിളക്കൂതി കെടുത്തണം. ആ സമയത്ത് അതിഥി ആരും അറിയാതെ ഭക്ഷണം കഴിക്കട്ടെ. നമ്മൾ നമ്മുടെ കൈ പിൻവലിച്ചിട്ട് പട്ടിണി ഇരിക്കുക, നമ്മൾ കഴിക്കണ്ട. സഹോദരങ്ങളെ, ഭക്ഷണം വിളമ്പപ്പെട്ടു. അതിഥി വന്ന് കൈ കഴുകിയിരുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മകനായ അനസ് റളിയല്ലാഹു അൻഹു, 3 പേരും കൂടി വന്നിരുന്നു. ആ വീട്ടിലെ വിളക്കണഞ്ഞു. വിശന്ന് പൊരിഞ്ഞ് വയറുകത്തുന്നുണ്ട് 3 പേർക്കും. അവര് 3 പേര് കൈ പിന്നോട്ട് വലിച്ചു. ഇരുട്ടത്തിരുന്നിട്ട് അതിഥി അങ്ങ് കഴിക്കാണ്ടിടങ്ങി. അതിഥി കഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൈ പിൻവലിച്ചിട്ട് 3 കുടുംബാംഗങ്ങൾ മാറി നിന്നു. അതിഥി ഓർക്കുന്നത് അവരെ കഴിക്കുന്നെന്ന. അവസാനം കുറെ കഴിയുമ്പോൾ അതിഥിയുടെ ശബ്ദം കേട്ടു, അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസക്കാനാ വജഅൽനാ മിനൽ മുസ്ലിമീൻ. ഈ ദുആ കേട്ടപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിളക്ക് കൊളുത്തി. പ്രകാശം പരക്കുമ്പോ ഭക്ഷണം തീർന്നു കഴിഞ്ഞു. വിശന്നൊട്ടിയ വയറ് നിറഞ്ഞ സന്തോഷത്തോട് അതിഥി സലാം പറഞ്ഞ് ദുആ ചെയ്ത് വെളിയിലോട്ടിറങ്ങി. ആ സമയത്ത് ഒരു വീട്ടിലെ കുടുംബം മുഴുപട്ടിണിയിലാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മകനായ അനസ് റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിക്കാതെ തടപ്പായ വിരിച്ചു. അവര് കിടക്കാൻ വേണ്ടി തടപ്പായിലോട്ട് തിരിച്ചു കിടക്കുമ്പോ മദീനത്തിന്റെ അന്നത്തെ രാത്രി കണ്ടവല്ലാത്ത സംഭവം. എല്ലാവരും ഉറക്കത്തിൽ കിടക്കുമ്പോ വിശന്ന് കരഞ്ഞിട്ട് ഉറക്കം വരാതെ ആ 3 പേര് ചെരിഞ്ഞും മറിഞ്ഞും മാറിക്കിടക്കുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അവസാനം വിശപ്പ് കാരണത്താൽ ഉറക്കം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് 12 വയസ്സുള്ള അനസ് പോലും ചോദിച്ചില്ല, വാപ്പ എനിക്ക് പോലും തരാതെ അവർക്ക് കൊടുത്തത് എന്തിനാണ്? നല്ല കുടുംബത്തിലെ നല്ല മക്കള് പറക്കൂ, നല്ല മടിത്തട്ടിലെ നല്ല മക്കള് പറക്കൂ. പൊന്നുപെങ്ങളെ, ഉമ്മു സലമയുടെ മുലപ്പാല് കുടിച്ച മോനല്ലേ, ആ മോൻ പോലും ചോദിച്ചില്ല, ഉപ്പാ എന്താ എനിക്ക് പോലും തരാതെ കൊടുത്തതുണ്ട്. പാതിരാ സമയത്ത് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ അതാ സുബഹി നമസ്കാരത്തിന് ബിലാലിന്റെ ഭാഗം മുടങ്ങി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മകൻ
മകന്റെ കൈ പിടിച്ച് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തി. റസൂലുള്ളാഹിയുടെ പള്ളിയിലോട്ട് നടക്കുമ്പോ മകനായ അനസ് പറയുന്നുണ്ട്, ഒരു പിതാവേ, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശക്കുന്നു ഉപ്പാ എന്ന് പറഞ്ഞു ഉപ്പാടെ കയ്യിൽ പിടിച്ച് പൊന്നുമോനായ അനസ് നടക്കുകയാണ്. അവസാന പള്ളിയിലെത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകില് കൈകെട്ടി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂല് സലാം വീട്ടിയിട്ട് നേരെ തിരിഞ്ഞു. സഹാബത്തിന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അയിന അബൂ തൽഹ, അയിന അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ എവിടെ അബൂ തൽഹ എവിടെ? സമയത്ത് രാത്രിയില് തങ്ങൾക്ക് കഴിക്കാനുള്ളത് പോലും അതിഥിക്ക് കൊടുത്തിട്ട്, പാവപ്പെട്ടവന് കൊടുത്തിട്ട് വിശന്നൊട്ടിയ വയറുമായിരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ ലബ്ബൈക വസദൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ തൽഹ, ഇന്നലെ രാത്രിയിൽ നിന്റെ വീട്ടിൽ നടന്ന അതിഥി സൽക്കാരം അത് അല്ലാഹുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അബൂ തൽഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, അബൂ തൽഹ, ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ നടന്ന വിരുന്ന് സൽക്കാരം അത് അല്ലാഹുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, പൊട്ടിക്കരഞ്ഞു പോയി അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെങ്ങനെ അറിഞ്ഞു നബിയേ? ഇന്നലെ എന്റെ കുടുംബം എല്ലാം കൊടുത്തിട്ട് പട്ടിണി കിടന്നിട്, അങ്ങെങ്ങനെയാണ് നബിയേ അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ തൽഹ, ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ഇന്നലെ രാത്രിയിൽ പട്ടിണി കിടക്കുന്ന നിന്റെ കുടുംബത്തെ കാണാൻ ആകാശത്തെ മലക്കുകൾ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടുകയായിരുന്നു. ഇന്നലെ രാത്രി നിന്റെ കുടിലിന് ചുറ്റും അല്ലാഹുവിന്റെ മലക്കുകൾ തിരക്ക് കൂടുകയാ. കയ്യിലുള്ളതെല്ലാം പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഒരു രാത്രി വിശപ്പ് സഹിച്ച് കിടന്നുറങ്ങിയ നിന്നെ കാണാൻ ആയിരക്കണക്കിന് മലക്കുകൾ ഇന്നലെ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടി അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തീർന്നില്ല അബൂ തൽഹ, ഇന്നലെ രാത്രി നീ പട്ടിണി കിടക്കുമ്പോ എന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു, നിന്റെ വീടിനെ കുറിച്ച് ആയത്തിറങ്ങി അബൂ തൽഹ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഓതി കേൾപ്പിച്ചു അത്രേ, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാദതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസാസാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഓ കാസർഗോഡ് നിവാസികളെ, ഈ ദുനിയാവിൽ എത്ര കോടിയുടെ വീടുണ്ടെങ്കിലും ഒരു രാത്രി അല്ലാഹുവിന്റെ മലക്കുകൾ കാണാൻ വരില്ലേ? അല്ലാഹ് പറയുന്ന, വല്ലദീന തബവ്വഉദ്ദാറ, തങ്ങളുടെ വീടിനെ തയ്യാറാക്കിയവർ, തങ്ങളുടെ വീടിനെ തയ്യാറാക്കിയവർ ആർക്കു വേണ്ടി എന്നറിയോ? തങ്ങളുടെ ഇടയിലോട്ട് ആവശ്യമായി കടന്നു വന്നവർക്ക് വേണ്ടി തങ്ങളുടെ വീടിലുള്ളതെല്ലാം എടുത്തുകൊണ്ടുവന്നവർ. വലൗ കാന ബിഹിം ഹസാസാ, അവർക്ക് ആയിരക്കണക്കിന് ആഗ്രഹങ്ങളുള്ളതോട് അവർക്കൊരായിരം ആവശ്യമുള്ളപ്പോൾ പാവപ്പെട്ടവന്റെ ആവശ്യം നിവർത്തിക്കാമെന്നവർ ദുനിയാവിൽ അല്ലാഹ് നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലമേടാ, അവന്റെ വീട് സന്ദർശിക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരും. ആകാശത്ത് നിന്ന് മലക്കുകളുടെ പ്രവാഹം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മഹർ 2012 പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ കൈപിടിച്ചവർ, അതിനുവേണ്ടി സഹായിച്ചവർ, അതിനുവേണ്ടി സഹകരിച്ചവർ, അതിനുവേണ്ടി സ്വർണ്ണാഭരണം തന്നവർ അല്ലാഹ് പാടാക്കില്ല, അല്ലാഹ് പാടാക്കില്ല, അല്ലാഹ് പാടാക്കില്ല. സഹോദരങ്ങളെ, ദുനിയാവിൽ നാലാമതൊരു പ്രതിഫലം കൂടെയുണ്ട്, നാളെ ആഖിറത്തിൽ 2 പ്രതിഫലം കൂടെയുണ്ട്. ആ പ്രതിഫലത്തിനാണ് ചെറുക്കളക്കാരി പെണ്ണ് ചെയ്തത്, 12 വയസ്സുള്ള പെണ്ണ് ചെയ്തത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, വാപ്പയും ഉമ്മയും മകനും ഒരേ മനസ്സോടെ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോ ആ വീട് അല്ലാഹുവിന്റെ മലക്കുകൾ കാണുന്ന വീടായെങ്കിൽ, ആ മലക്കുകൾ വന്ന് ദുആ ചെയ്യുന്ന വീടായെങ്കിൽ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹദ്ദാദ് നഗറിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന വീടുകൾ ഇന്നുണ്ട്. ആ വീടെന്നറിയോ? ആ വീടെന്നറിയോ? അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിട്ട് നമുക്ക് ആഖിറത്തിലെ ഏറ്റവും നല്ല 2 പ്രതിഫലമുണ്ട്. ആ
പ്രതിഫലം അല്ലാഹു അപൂർവമായ ഭാഗ്യം ലഭിച്ചവർക്കേ കൊടുക്കുകയുള്ളൂ, അല്ലാത്തവർക്കത് കൊടുക്കില്ല. അല്ലാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.